അപ്പോൾ നമുക്ക് ഈ കുതിരാൻ്റെ ക്ഷേത്രമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. കാരണം നമുക്കറിയാം നമ്മുടെ ടണൽ എഡ്ജ് ചെയ്യണത് എവിടെയാണെന്ന്. അപ്പോൾ ഈ റോഡ് എത്രമാത്രം അങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. അല്ലേ, കാട്ടിക്കൂടെയുള്ള ഒരു യാത്ര പോലെ അല്ലേ ഹീറ? അതെ അതെ അതെ. നമ്മൾ കുതിരാനിലൂടെ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഇതിൽ കൂടെ വരണം എന്നൊക്കെ എപ്പോഴും ചിന്തിക്കും. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇന്നാണ് ഒരു ദിവസം രാത്രി ഇതിൽ കൂടെ വരണം. എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതെ, നമ്മൾ വരുന്ന സമയം നോക്കി ഇവിടുന്ന് ഒരു ആന അങ്ങോട്ട് ഇറങ്ങണം. അല്ല, ഇപ്പം ആന ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യും? ഓടേണ്ടി വരും. കിളിനാദം. അതെ അതെ അതെ, കിളിനാദം. പക്ഷെ ഒരു സമയത്ത് ഈ കുതിര ഒന്ന് കടന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ശരിക്കും കുരങ്ങന്മാരും മലയണ്ണാനും അങ്ങനെ കുറേ മൃഗങ്ങളിലും എല്ലാം സഞ്ചരിക്കുന്ന ഒരു കാടായി മാറി. ശരിക്കും എന്ത് പറഞ്ഞു, ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്, ഇല്ലൊന്നുമല്ല. പക്ഷെ നമ്മൾ പണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു. കാരണം എപ്പോൾ നോക്കിയാലും വണ്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് സഞ്ചരിക്കാൻ അവർക്ക് അവരുടെ കാട്ടിൽ അവർക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ശരിക്കും ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയും അണ്ണാനും മലയണ്ണാനും ഒക്കെ പാനയും മാനിയൊക്കെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ ബോർഡൊക്കെ കണ്ടായിരുന്നു. ഉണ്ടാവും. ശരിക്കും കൊടുങ്കാടാണ് കേട്ടോ. അത്രയ്ക്ക് കൊടുങ്കാടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സംഭവം. ഇത് പഴയ റോഡാണ്. ഇവിടെ വെച്ച് അവസാനിച്ചു ഈ റോഡ്. നമുക്കിനി പുതിയ റോഡിൻ്റെ ആ വിശേഷം കൂടി നമുക്ക് പറഞ്ഞുതരാം. ചെയ്തിട്ട് അതും കൂടി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പോൾ കുതിരാൻ്റെ പഴയ റോഡ് ഇവിടെ വെച്ച് എൻഡ് ആവുകയാണ്. പിന്നെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ടണലിനുള്ളിൽ കൂടെ കുതിരാൻ ടണലിനുള്ളിൽ കൂടി ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. നമ്മൾ വന്ന വഴി എന്താണെന്നുള്ളത്, ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്നുള്ളത് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ആദ്യം കൂടെ നടന്ന സമയത്ത് കുതിരാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നപ്പോൾ റോഡ് പാതി വെച്ച് നിൽക്കുന്നത് ഇവിടെയാണ് എൻഡ് എന്ന് പറഞ്ഞില്ലേ? അതെ, ഈ റോഡ് ഇവിടെയാണ് അത് എൻഡ് ആവുന്നത്. ഇതോടുകൂടി അത് കഴിഞ്ഞു. കാരണം റോഡ് പാറയെല്ലാം വീണ് അടഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കൊരു യാത്രയില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ വെച്ച് ആ ബോർഡ് ഇട്ടിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ആ റോഡിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. വളരെ അതെ, ഇതാണ് നമ്മുടെ ടണൽ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അതെ,
അപ്പോൾ നമ്മുടെ പഴയ കുതിരാനിൽ നമ്മൾ വന്ന വഴി എന്താണ്, ഇപ്പോഴത്തെ ടണൽ എന്താണെന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ